ഹലോ ഗൈസ്, ഈ കാണുന്ന വഴി നേരെ പോകുന്നത് ആനന്ദപുരം എന്നൊരു ഗ്രാമത്തിലേക്കാണ്. അവിടെ സെന്റ് മേരീസ് എന്ന് പറഞ്ഞ ഒരു കൊച്ചു ദേവാലയമുണ്ട്. ദേവാലയം ചെറുതാണെങ്കിലും അവിടുത്തെ വിശ്വാസി സമൂഹം വളരെ ശക്തമാണ്. ലക്ഷ്യബോധം എന്ന വിഷയമാണ് നമ്മൾ ഇന്ന് അവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. ലെറ്റ്സ് ഗോ വിത്ത് ജീസസ് ആൻഡ് ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ജീസസ്. ഇതാണ് ആനന്ദപുരം സെന്റ് മേരീസ് ദേവാലയം. ഇരിഞ്ഞാലക്കുട രൂപതയിലെ പറപ്പൂക്കര ഫൊറോനയിലുള്ള കത്തോലിക്ക ദേവാലയം. 19-ാം നൂറ്റാണ്ടിലെ 80-കളിൽ മാതാവിനോട് പ്രത്യേകം മാധ്യസ്ഥം യാചിക്കാനായി ഈ ദേശത്ത് ഒരു കപ്പേള രൂപം കൊള്ളുകയും വണക്കമാസ ആചരണം നടത്തുന്ന പതിവും ഉണ്ടായിരുന്നു. ആനന്ദപുരം ചെറുപുഷ്പ ദേവാലയമായിരുന്നു മാതൃദേവാലയം. ഏകദേശം 2 കിലോമീറ്ററിലധികം ദൂരം സഞ്ചരിച്ചാണ് ഈ പരിസരങ്ങളിലുള്ള വിശ്വാസികൾ വിശുദ്ധ കുർബാനയിൽ പങ്കുചേരുന്നതിനായി പോയിരുന്നത്. കാലക്രമേണ എല്ലാവർക്കും അങ്ങോട്ട് എത്തിച്ചേരുവാനുള്ള ബുദ്ധിമുട്ടുകൾ കണക്കിലെടുത്ത് 1984-ൽ ഫാദർ വർഗീസ് വടക്കേപ്പിടികയുടെ കാലഘട്ടത്തിൽ ഇവിടെ സ്വർഗീയ മധ്യസ്ഥയായ പരിശുദ്ധ അമ്മയുടെ നാമധേയത്തിൽ മാർച്ച് 2-ന് ദിവംഗതനായ മാർ ജെയിംസ് പഴയാറ്റിൽ പിതാവ് ഇടവകയുടെ വെഞ്ചിരിപ്പ് കർമ്മം നടത്തി. ആദ്യകാലങ്ങളിൽ മാതൃദേവാലയത്തിലെ വികാരിയച്ചനാണ് ഇവിടുത്തെ തിരുക്കർമ്മങ്ങൾ ചെയ്തിരുന്നത്. ഇടവക രൂപീകരിച്ചപ്പോൾ 44 കുടുംബങ്ങളാണ് ഉണ്ടായിരുന്നതെങ്കിലും കാലക്രമേണ അത് വളർന്ന് ഇപ്പോൾ 78 കുടുംബങ്ങളായി എത്തി നിൽക്കുന്നു. 2 കുടുംബ യൂണിറ്റുകളായ സെന്റ് തോമസ്, സെന്റ് സെബാസ്റ്റ്യൻ യൂണിറ്റുകളാണ് ഇവിടെ സജീവമായി പ്രവർത്തിക്കുന്നത്. 2005 സാൻജോ സദൻ ഡി അഡിക്ഷൻ സെന്ററിലെ ഡയറക്ടർ അച്ഛന്മാരെ ഇവിടുത്തെ വികാരി അച്ഛന്മാരായി രൂപത നിയമിച്ചു തുടങ്ങി. 2024-ൽ ഇടവകയുടെ റൂബി ജൂബിലി ആഘോഷം കൊണ്ടാടുകയും ഇരിഞ്ഞാലക്കുട രൂപത മെത്രാൻ മാർ പോളി കണ്ണൂക്കാടൻ പിതാവ് എല്ലാ ഭവനങ്ങൾ സന്ദർശിക്കുകയും വെഞ്ചരിക്കുകയും ചെയ്തു. 47 കുട്ടികൾ മതബോധനത്തിനായി ഉള്ളുവെങ്കിലും തികഞ്ഞ അർപ്പണബോധത്തോടെ മക്കൾക്ക് നൂതനമായ പല ആശയങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് വിശ്വാസ പരിശീലനം നടത്തുകയാണ് ഇവിടുത്തെ 14ഓളം അധ്യാപകർ. ഇരിഞ്ഞാലക്കുട രൂപതയുടെ കീഴിലുള്ള ആനന്ദപുരം സെന്റ് മേരീസ് ചർച്ച് അങ്കണത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടുത്തെ വികാരി ഫാദർ വർഗീസ് അച്ഛനും നമ്മോടൊപ്പമുണ്ട്. അച്ഛാ, സ്തുതിയായിരിക്കട്ടെ. നമ്മളിവിടെ വന്നിട്ടുള്ളത് ഇവിടുത്തെ മക്കളോടൊപ്പം ആയിരിക്കാനും ലക്ഷ്യബോധം എന്ന വിഷയത്തെ ചർച്ച ചെയ്യുവാനുമാണ്. അച്ഛനെ കുറിച്ചും നമ്മുടെ ഇടവകത്തെ മക്കളെ കുറിച്ചും ശാലോം പ്രേക്ഷകരോടൊന്ന് പങ്കുവയ്ക്കാമോ? തീർച്ചയായിട്ടും. നിങ്ങൾ ഇവിടെ വരുന്നു എന്നറിയുന്നതിൽ ഞാൻ ഒത്തിരിയേറെ സന്തോഷിച്ചിരുന്നു. ഇന്നാണ് ഈ ദിവസം ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയത്. നല്ല ദൈവത്തിന് മുമ്പിൽ കൂപ്പുകാരങ്ങളോടെ ഞങ്ങൾ നിൽക്കുന്നു. ഒപ്പം നിങ്ങളെ ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. ഇത് ആനന്ദപുരം ലിറ്റിൽ ഫ്ലവർ ചർച്ചിൽ നിന്നും വേർതിരിഞ്ഞു വന്ന ഒരു ഇടവകയാണ്. 1984-ലാണ് ഇവിടെ ഇങ്ങനൊരു കൊച്ചുപള്ളി ആരംഭിച്ചത്. 78 കത്തോലിക്ക കുടുംബങ്ങളും മറ്റ് ഒത്തിരി ഹൈന്ദവ കുടുംബങ്ങളും ചേർന്ന ഒരു പ്രദേശമാണ്. ഈ ഇടവകയെ സംബന്ധിച്ച് പറഞ്ഞാൽ ഒരു കുടുംബ യൂണിറ്റ് എങ്ങനെ, അല്ലെങ്കിൽ ഒരു തറവാട് എങ്ങനെ പ്രവർത്തിക്കും, അതേപോലെയാണ് ഇവിടെ ഇടവകാംഗങ്ങൾ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കുന്നത്. കൈക്കാരന്മാരായാലും മറ്റ് സംഘടനാ ഭാരവാഹികളായാലും വേദപദേശ കുട്ടികളായാലും അധ്യാപകരായാലും എല്ലാവരും മാതാവിൻ്റെ മധ്യസ്ഥതയിലൂടെ ഈ പള്ളിയിൽ അവരുടെ വീട്ടിൽ പെരുമാറുന്നത് പോലെ തന്നെ സ്നേഹത്തോടെയും ഐക്യത്തോടെയും പെരുമാറുന്നു. ഞാനിവിടെ വന്നിട്ട് 1.5 മാസമേ ആയിട്ടുള്ളൂ. എനിക്ക് ഒത്തിരി ഈ ഇടവകയെക്കുറിച്ച് പറയാൻ ഈ ചുരുങ്ങിയ കാലഘട്ടം കൊണ്ട് ഉണ്ട്. ഞാൻ വന്നിട്ടുള്ള ആദ്യത്തെ ഞായറാഴ്ച തന്നെ ഇവിടെ ഒരു തിരുനാളിനെ കുറിച്ച് ചർച്ച ചെയ്തപ്പോൾ, കൂട്ടുതിരുനാൾ, ഇവരെല്ലാവരും ഞങ്ങളത് ചെയ്യാം, ഞങ്ങളിത് ചെയ്തോളാം എന്ന് പറഞ്ഞു. ഒരു നിർബന്ധവും കൂടാതെ ഏകദേശം ഒരു 10 മിനിറ്റിനുള്ളിൽ 1500 പേർക്കുള്ള ഭക്ഷണം ഒരുക്കാനുള്ള കാര്യങ്ങളെല്ലാം ഇങ്ങോട്ട് സ്പോൺസർ ചെയ്യുന്നത് കണ്ടു. സാധാരണ ഒരു പള്ളിയിലും അതേപോലെ കാണില്ല. എല്ലാം നല്ല രീതിയിൽ ഇവർ ചെയ്യുന്നു. ഇനി ഇവിടുത്തെ കൊച്ചുമക്കളെ കുറിച്ച് പറഞ്ഞാൽ, അവർ ബുധനാഴ്ചയും ഞായറാഴ്ചയും മാത്രം ഇവിടെ കുർബാനയുള്ളൂവെങ്കിലും ഈ 2 ദിവസത്തെ കുർബാനയിൽ മാക്സിമം അവർ പങ്കെടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. നല്ല കൊച്ചുമക്കളാണ് ഇവിടെ ഉള്ളത്. ഇവിടെ വേദോപദേശം 1-ാം ക്ലാസ് മുതൽ 12-ാം ക്ലാസ് വരെയുണ്ട്. ഓരോ ക്ലാസ്സിലും കുറച്ച് കുട്ടികൾ വീതമേ ഉള്ളൂ. 50-ൽ താഴെ കുട്ടികളെ നമുക്കുള്ളൂ. 78 കുടുംബങ്ങളെയല്ലേ ഇവിടെ ഉള്ളൂ. എൻ്റെ പേര് വർഗീസ് എന്നാണ്.
ഞാൻ ഞാനൊരു രൂപതയിലെ അച്ഛനാണ്. വീട്ടുപേര് കോന്തുരുത്തി. എനിക്ക് പട്ടം കിട്ടിയിട്ടിപ്പോൾ 33 വർഷമായി. അങ്ങനെ വളരെ നല്ല ഐക്യത്തിൻ്റെ സ്നേഹത്തിൽ ഞങ്ങളിവിടെ കഴിഞ്ഞുകൂടുന്നു. ഞങ്ങളുടെ കൊച്ചുമക്കളുടെ പരിപാടിയിലേക്ക് നിങ്ങൾ വന്നതിൽ ഒത്തിരി സന്തോഷം. ഇനി എൻ്റെ കൂടെയുള്ളത് 2 കൈക്കാരന്മാരും കപ്പ്യാരുമാണ്. ഇത് ജെയ്സൺ, ഇത് പ്രിഫിൻ, ഇത് ഞങ്ങളുടെ പോളേട്ടൻ. ഞങ്ങൾ വളരെ നല്ല രീതിയിൽ തന്നെ സഹകരിച്ചു പോകുന്നു, ഇടവകയ്ക്ക് നേതൃത്വം കൊടുക്കുന്നു. ഒരിക്കൽ കൂടി ഇവരെല്ലാവരും പേരിൽ നിങ്ങളെ ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യും. So let's praise. ലക്ഷ്യബോധം ഇല്ലാത്തതിലാണ് ഭൂരിഭാഗം കുട്ടികളും പഠനത്തിലും ജീവിതത്തിലുമൊക്കെ പരാജയപ്പെടുന്നത്. ലക്ഷ്യബോധം എങ്ങനെയാണ് നമുക്ക് കണ്ടെത്താൻ കഴിയുക? ഓക്കെ, ഇവിടെ ഒരു മോള് കൈ ഉയർത്തിയിട്ടുണ്ട്. മോളൊന്ന് ഫ്രണ്ടിലേക്ക് വരാമോ? ലക്ഷ്യബോധം നമ്മുടെ ജീവിതത്തിന് അത്യാവശ്യമാണ്. നമ്മുടെ ചെറുപ്പകാലത്ത് തന്നെ നമ്മുടെ കഴിവുകളും താല്പര്യങ്ങളും നമ്മൾ കണ്ടെത്തുകയും അത് വളർത്താൻ നമ്മൾ പരിശ്രമിക്കുകയും വേണം. പിന്നെ സ്കൂൾ കാലഘട്ടത്തിൽ അതിനായി നമ്മൾ അധ്വാനിക്കുകയും പിന്നെ നമ്മുടെ താല്പര്യങ്ങൾക്കും കഴിവുകൾക്കും യോജിച്ച കോഴ്സുകൾ തിരഞ്ഞെടുക്കുകയും വേണം. നമ്മളുടെ താല്പര്യങ്ങളും കഴിവുകളുമാണ് നമ്മൾ നാളെ എന്തായിത്തീരണമെന്ന് നിശ്ചയിക്കുന്നത്. ലക്ഷ്യബോധം നമ്മൾ ഓരോരുത്തരും നമ്മളുടെ കഴിവിനനുസരിച്ച് കണ്ടെത്തേണ്ടതാണ്. അതിപ്പോൾ ഒരുപക്ഷെ എല്ലാവർക്കും അത് കണ്ടെത്താൻ കഴിഞ്ഞെന്ന് വരികയില്ല. അപ്പോൾ അതിനുള്ള കരിയർ ഗൈഡൻസ് ഇന്നുണ്ട്. അതിനോടൊപ്പം നമ്മളുടെ ദൈവഹിതം കൂടെ നമ്മൾ അന്വേഷിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടം വഴിയും കൂടെ നിറവേറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികൾക്ക് ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. ഓക്കെ, നല്ലൊരു കൈ കൊടുക്കാം. ഏത് രംഗത്താണോ ഏത് രാജ്യത്താണോ മികച്ച തൊഴിലവസരങ്ങൾ നിലനിൽക്കുന്നത് ആ രാജ്യത്തേക്ക് മക്കളെ പറഞ്ഞയക്കാനായിട്ട് മാതാപിതാക്കൾ വളരെയധികം ചർച്ച ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ വളരെയധികം പ്രയത്നിക്കുന്നുണ്ട്. ഇതിനോട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നമ്മൾ ഓരോ കരിയർ ചൂസ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഓരോ രാജ്യത്തിൽ ജോലി ചെയ്യണമെന്ന് ആഗ്രഹിക്കുമ്പോഴോ അത് നമ്മുടെ വ്യക്തി താല്പര്യവും നമ്മുടെ സാമ്പത്തിക ശേഷിയും അതേസമയം നമ്മുടെ കുടുംബജീവിതവും എല്ലാം നയിക്കാൻ തക്കതായിരിക്കണം. നമുക്കൊരു ജോലി ചെയ്തേ പറ്റൂ, നമ്മൾ ആ ജോലി ചെയ്തു, നമുക്ക് ആ ജോലി ഇഷ്ടമല്ലെങ്കിൽ നമുക്കൊരു സംതൃപ്തി ലഭിക്കില്ല. എന്നാൽ അതേസമയം നമുക്ക് ഇഷ്ടമുള്ള ജോലി ചെയ്തു എന്നാൽ അത് നമ്മുടെ കുടുംബത്തെ സപ്പോർട്ട് ചെയ്യാൻ കഴിയില്ലെങ്കിൽ അവിടെ ഒരു സംതൃപ്തി ലഭിക്കില്ല. എല്ലാം ബാലൻസ് ആയ നല്ലൊരു ജോലിയും നല്ലൊരു കരിയറും ചൂസ് ചെയ്യാൻ പറ്റിയാൽ അതാണ് ഏറ്റവും നല്ല ഓപ്ഷൻ. നമ്മളായിരിക്കുന്ന സ്ഥലങ്ങളിൽ നമ്മുടെ അഭിരുചികൾക്കനുസരിച്ചുള്ള സാഹചര്യങ്ങൾ കണ്ടുപിടിക്കുക, തൊഴിലവസരങ്ങൾ കണ്ടുപിടിക്കുക. അതിന് കുട്ടികൾക്ക് സഹായിക്കാൻ മാതാപിതാക്കൾക്കും പ്രത്യേകിച്ച് ടീച്ചേഴ്സിനൊക്കെ സഹായിക്കും. അപ്പം നമ്മളായിരിക്കുന്ന മേഖലയിലാണെങ്കിൽ ഇപ്പോൾ കാണുന്നൊരു ട്രെൻഡ്, വിദേശ രാജ്യങ്ങളിലൊക്കെ ഇപ്പോൾ നമ്മുടെ മക്കളെ വിട്ടു കഴിഞ്ഞാൽ അവിടെ സ്വദേശവൽക്കരണമൊക്കെ വരുമ്പോൾ താൽക്കാലിക ലാഭത്തിനായിട്ട് നമ്മൾ മക്കൾ പോയിട്ട് അവിടെ പലപ്പോഴും വിചാരിച്ച ലക്ഷ്യം നേടാൻ പറ്റാതെ തിരിച്ചു വരേണ്ടി വരുന്നു. അപ്പോൾ നമ്മളായിരിക്കുന്ന രാജ്യത്ത് നമ്മുടെ കുട്ടികളുടെ അഭിരുചികൾക്ക് അനുസരിച്ച് നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയാണെങ്കിൽ അവർക്ക് ഉന്നത വിജയം നേടാൻ സാധിക്കും. ഓക്കെ, നല്ലൊരു കൈ കൊടുക്കാം. നന്നായി എഡിറ്റിങ്ങോ അല്ലെങ്കിൽ ഡിസൈനിങ്ങോ ചെയ്യുന്ന ഒരു കുട്ടി, ആ കുട്ടിക്ക് ഈ ഒരു കാലഘട്ടത്തിൽ നിരവധി തൊഴിലവസരങ്ങളുണ്ട്. എന്നിട്ടും ചിലപ്പോൾ അവൻ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഡോക്ടർ ആവാനായിട്ട് നിർബന്ധിക്കപ്പെടുന്നു. ഈ ഒരു കാര്യം നല്ലതാണോ? അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? പേരൻസിൻ്റെ ഇൻട്രസ്റ്റിൽ പോവുകയാണെങ്കിൽ കുട്ടികൾ ഒരിക്കലും ആ ഒരു ഇതിൽ എൻജോയബിൾ ആയിരിക്കില്ല, അവർ കംഫർട്ടബിൾ ആയിരിക്കില്ല. അപ്പോൾ അവരുടെ കഴിവുകൾ താന്നു പോവുകയും അവർ ഇൻകംഫർട്ടബിൾ ആയിട്ട് അവരുടെ മെന്റൽ തന്നെ അവരൊരു ഇതിലേക്ക് പോകുന്ന സ്ഥിതിയിലേക്ക് വരുന്നുണ്ട്. ഓക്കെ, ഒരു കൈയടി കൊടുക്കാം. പ്രാർത്ഥനയിലോ ലക്ഷ്യബോധത്തിലോ മാത്രമല്ല, തങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന കഴിവ് അത് ഈശോയ്ക്ക് വേണ്ടി കാഴ്ചവെക്കാനും ഇവർ തയ്യാറാണ്. നമുക്ക് മനോഹരമായൊരു ഡാൻസ് കണ്ടാലോ? പരലോകം വിട്ട് ഇഹലോകം വന്ന തിരുമനുസൂദനേ, പരലോകം വിട്ട് ഇഹലോകം വന്ന തിരുമനുസൂദനേ, ആ തിരുമനുസൂദനേ, മനുജവതാരനായി തിരുമനുസൂദനേ, മനോജവതാരനായി തിരുമനുസൂദനേ, മനോജവതാരനായി
മഹിയിൽ പിറന്നവനേ, മഹിയിൽ പിറന്നവനേ. പാവനരൂപനാം പാലകനീശൻ, പാവനരൂപനാം പാലകനീശൻ, പാവനരൂപനാം പാലകനീശൻ പാരിതിൽ നീണം ചൊരിഞ്ഞു മാനവർക്കായി, പാരിതിൽ നീണം ചൊരിഞ്ഞു മാനവർക്കായി, പാരിതിൽ നീണം ചൊരിഞ്ഞു. ഇപ്പൊ വളരെ നല്ലൊരു പെർഫോമൻസ് തന്നെയായിരുന്നു അത്, അല്ലേ? അപ്പൊ നല്ലൊരു ഐഡിയ കൊടുക്കണ്ടേ? നല്ലൊരു ഐഡിയ കൊടുക്കാം. ജീവിതത്തിൽ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നത് വ്യക്തമായ ആസൂത്രണവും അതിനനുസരിച്ചുള്ള പരിശ്രമവും ആവശ്യമാണ്. ഇതോടൊപ്പം വേറെ എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത്? ഇതാണ് നമ്മൾ ചെയ്യണത്, ഇതാണ് എൻ്റെ ലക്ഷ്യം എന്നൊരു ഡിറ്റർമിനേഷൻ വേണം. പിന്നെ ഒരു സെൽഫ് കോൺഫിഡൻസ്, നമ്മൾ തന്നെ ഒരു ആത്മവിശ്വാസം വേണം. ഇത് നമ്മളെ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്നൊരു ആത്മവിശ്വാസം വേണം. പിന്നെ നമ്മുടെ തെറ്റിൽ നിന്ന് നമ്മൾ പഠിക്കണം. നമ്മൾ തെറ്റ് ചെയ്തു, അപ്പോൾ തോറ്റുപോയി എന്നൊരു ഇതിലല്ല നിൽക്കണ്ടേ. നമ്മൾ അതിൽ നിന്ന് പഠിച്ച് ഇതിൽ നിന്ന് ഇനി എങ്ങനെ വിജയം നേടാൻ സാധിക്കും എന്ന് നമ്മൾ പ്രയത്നിച്ച് പഠിക്കണം. ഇത് നമ്മുടെ ലക്ഷ്യത്തിനോട് അനുബന്ധിച്ച് ഉള്ള ആൾക്കാർ, അവരോട് നമ്മൾ സഹായം തേടണം. നമ്മളതിലൊരിക്കലും മടിക്കരുത്. പിന്നെ എല്ലാത്തിനും ഒരു കൃത്യനിഷ്ഠത വേണം, പങ്ക്ച്വാലിറ്റി ആയിരിക്കണം. ഓരോ കാര്യങ്ങളും അതാത് സമയത്ത് ചെയ്യാൻ നമ്മൾ ശ്രമിക്കണം. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടും ദൈവത്തോട് കൂടുതൽ അടുക്കണം. ദൈവം ഇല്ലാണ്ട് ഒരു കാര്യം നമ്മളെ കൊണ്ട് ചെയ്യാൻ സാധിക്കില്ല. ഓക്കെ, നല്ലൊരു ഐഡിയ കൊടുക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും ഓരോ പ്രത്യേക ലക്ഷ്യത്തോടെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് അറിയാമോ? അറിയാമോ? എന്താണ് നിങ്ങളുടെ ജീവിതത്തിലെ ദൈവികമായ ലക്ഷ്യം? നിത്യജീവനിലേക്ക് എത്തുന്നത്. ആണോ? ഓക്കെ, ഒരു ഐഡിയ കൊടുക്കാം. പിന്നെന്തൊക്കെയാണ്? ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ലക്ഷ്യം, ദൈവഹിതം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരെ സഹായിക്കാനും സ്നേഹം പ്രചരിപ്പിക്കാനും പിന്നെ ദൈവം എനിക്ക് തന്ന കഴിവുകൾ ദൈവത്തിൻ്റെ ഹിതം അനുസരിച്ച് അത് ഉപയോഗിക്കാനും ആണ്. ദൈവിക ലക്ഷ്യം എന്ന് പറയുന്നത് ഓരോരുത്തർക്കും അത് വേറെ ആയിരിക്കും. എന്നാൽ അത് തിരിച്ചറിയാൻ അവരെ കൊണ്ട് പറ്റണം. എന്നുവെച്ചാൽ ദൈവത്തിൻ്റെ ഹിതം അനുസരിച്ച് അത് അവർക്ക് ഉപയോഗിക്കാനും അവരെ കൊണ്ട് സാധിക്കണം. ഓക്കെ, ഒരു ഐഡിയ കൊടുക്കാം. നമുക്ക് ഇവരൊരു പ്രത്യേക ഒരു പ്രോഗ്രാം കൂടി നമുക്ക് ഒരുങ്ങിയിട്ടുണ്ട്. അതെന്താ, നമുക്ക് പോയി കണ്ടിട്ട് വരാം. വളരെ നല്ലൊരു മൈമായിരുന്നില്ലേ അത്? ഓക്കെ, അതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? അതിലെന്തിനെ കുറിച്ച് പറയണെന്ന് മനസ്സിലായോ? എന്നാ മോളതിനെ കുറിച്ച് പറഞ്ഞേ, ഒന്ന് ഫ്രണ്ടിലോട്ട് വന്നേ. അത് റോഡ് ഇൻസ്ട്രക്ഷൻസ് നമ്മൾ പാലിക്കണം, അതിനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ ഏറ്റവും അവസാനമായിട്ട് അതിൽ ഒരു കാറിലിരിക്കുമ്പോൾ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ല. അപ്പോൾ സീറ്റ് ബെൽറ്റ് ഇടാണ്ട് സീബ്ര ലൈനിൽ കൂടെ ആൾക്കാർ നടക്കുമ്പോൾ നമ്മൾ അവിടെ തൊട്ടടുത്ത് ചെല്ലുമ്പോഴായിരിക്കും ചിലപ്പോൾ ആൾക്കാരെ കാണുന്നുണ്ടാവുക. അപ്പോൾ അവിടെ എത്തുമ്പോഴായിരിക്കും ചിലപ്പോൾ നമ്മൾ നിർത്തുണ്ടാവുക, ചിലപ്പോൾ ബ്രേക്ക് പെട്ടെന്ന് പിടിക്കും. അപ്പോൾ നമ്മൾ സീറ്റ് ബെൽറ്റ് ഇടണം, അല്ലെങ്കിൽ തല ഇടിക്കുക, അങ്ങനെ ഭയങ്കര വലിയൊരു അപകടമായിരിക്കും അതിലൂടെ നമുക്ക് ഉണ്ടാവുക.
ആർ യു റെഡി? ഓക്കെ. റോസറി എന്ന വാക്കിനർത്ഥം എന്താണ്? റോസാപ്പൂക്കളുടെ തോട്ടം. അമ്പോ, ശരി ഉത്തരം. നല്ലൊരു ഐഡിയ കൊടുത്തൻ. ഓക്കെ, അപ്പൊ ഈ മോൾക്ക് സമ്മാനം കൊടുക്കാനായിട്ട് നമ്മുടെ HM-നെയാണ് ക്ഷണിക്കുന്നത്. HM ഒന്ന് വരാമോ? കയ്യടിക്ക്. ടീച്ചറെ, നമ്മുടെ മക്കൾ ഇത്ര സ്മാർട്ട് ആവാനായിട്ട് നമ്മുടെ വിശ്വാസ പരിശീലനം കൊടുക്കുന്ന ട്രെയിനിങ് തന്നെയാണ്. അപ്പോൾ ഇവിടെ കൊടുക്കുന്ന പരിശീലനങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്ന് പറയാമോ ശാലും പ്രേക്ഷകരോട്? ഞങ്ങൾ ചെറിയൊരു ഗ്രൂപ്പാണ്. ഞങ്ങളുടെ ഇടവക ഏകദേശം 78 വീട്ടുകാർ ചേർന്നിട്ടുള്ളൊരു ഇടവകയാണ്. പക്ഷെ ഞങ്ങളുടെ കുട്ടികൾ ഒരു 50 ബിലോ ആണെങ്കിലും ഞങ്ങളുടെ എന്താ പറയുക, പ്രകടനത്തിൽ അതൊരു 500-ൻ്റെയാണ്. അത്രയും നല്ല കുട്ടികളെയാണ് ഞങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്നത്. അവരുടെ എല്ലാവിധ കലാപരമായ കഴിവുകളായാലും ഏതായാലും അത്ര ബെസ്റ്റാണ് ഞങ്ങളുടെ കുട്ടികൾ. 1-2 പേരല്ല, എല്ലാവരും ഒരുപോലെ തിളങ്ങുന്നവരാണ്. എല്ലാ മാസവും ഒരു സെക്കൻഡ് സൺഡേ ഞങ്ങളൊരു വിശുദ്ധരുടെ വീഡിയോസ് ഇവരെ കാണിച്ചു കൊടുക്കാറുണ്ട്. പിന്നെ ഇവരോട് നല്ല നല്ല കാര്യങ്ങൾ ടീച്ചേഴ്സ് പങ്കുവയ്ക്കാറുണ്ട്. കാരണം ഞങ്ങൾക്ക് അതിന് കുറേ സമയം കിട്ടുന്നുണ്ട്. കാരണം കുറച്ച് കുട്ടികളുള്ള കാരണം കൂടുതൽ കാര്യങ്ങൾ അവർക്ക് പകർന്നു കൊടുക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ ഞങ്ങൾ എല്ലാ വർഷവും കുട്ടികളെ, വയോജനങ്ങളെ സന്ദർശിക്കാനും അവശരെ സന്ദർശിക്കാനൊക്കെ ചെയ്യാറുണ്ട്. ഒരു ഔട്ടിംഗ് ഉണ്ടാവാറുണ്ട്. ഇവരെ കൊണ്ടുപോയിട്ട് അവരെങ്ങനെയാണ്, ഇവരെ പോലുള്ള കുട്ടികൾ എങ്ങനെയാണ്, അനാഥരായിട്ടുള്ള കുട്ടികൾ ജീവിക്കുന്ന സാഹചര്യങ്ങൾ ഞങ്ങൾ കാണിച്ചു കൊടുക്കും. അപ്പോൾ പലരും കരയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞങ്ങൾ ടീച്ചേഴ്സിന് അത് ഒരുപാട് സങ്കടമുള്ള കാര്യമായിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം ഇവർ പുറത്തേക്ക് കരഞ്ഞിറങ്ങുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അവരുടെ മനസ്സിനെ അവരെ ടച്ച് ചെയ്യുന്നുണ്ട്. അത് മതി, അത്രയാണ് വേണ്ടു. അപ്പോൾ അത് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ കുട്ടികളോട് പറഞ്ഞു കൊടുക്കും, വീട്ടിലുള്ള കാരണന്മാരെ ബഹുമാനിക്കണം, ഗ്രാൻഡ് പാരൻസിനെ ബഹുമാനിക്കണം. അതുപോലെ ഇവരെല്ലാവരും നല്ല കുട്ടികളാണ്. ഇവർ നിൽക്കുന്നത് കണ്ടറിയാലോ, എല്ലാവരും ബെസ്റ്റാണ്. ഓക്കെ ടീച്ചറെ, താങ്ക് യു. സീറോ മലബാർ സഭയുടെ ആദ്യത്തെ മേജർ ആർച്ച് ബിഷപ്പ് ആരാണ്? ഓക്കെ, മാർ ആന്റണി പടിയാറ പിതാവ്. നല്ലൊരു ഐഡിയ കൊടുക്കാം. മോളൊന്ന് ഫ്രണ്ടിലോട്ട് വന്നോ. ഓക്കെ, ഈ മോൾക്ക് സമ്മാനം കൊടുക്കാനായിട്ട് നമ്മുടെ PTA പ്രസിഡന്റിനെ വിളിക്കാം. സർ, താങ്ക് യു സർ. കാർലോ ഒക്കേറ്റസിനെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തുന്നത് എന്നാണ്? ഓക്കെ, മോൻ. 2025 സെപ്റ്റംബർ 7. ആണോ? ഡൗട്ട് ഉണ്ടോ? അപ്പൊ കൈയടിക്ക്. ഫ്രണ്ടിലോട്ട് വന്നു. ഈ മോൻ സമ്മാനം കൊടുക്കാനായിട്ട് നമ്മുടെ ബൈജു സാറിനെ നമുക്ക് ക്ഷണിക്കാം. സാർ, സാർ, നമ്മുടെ വിശ്വാസ പരിശീലനത്തിൽ നേരിടുന്ന വെല്ലുവിളികൾ അല്ലെങ്കിൽ അതിനെ തരണം ചെയ്യാനായിട്ട് നിങ്ങൾ ഇവിടെ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് ശാലും പ്രേക്ഷകരോട് പറയാമോ? പ്രൊഫഷണലി ഞാൻ വേറൊരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്നതാണ്. എന്നിരുന്നാലും സുവിശേഷത്തിൽ പറഞ്ഞിരുന്ന കാര്യങ്ങൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇന്നത്തെ മക്കൾക്ക് അതിൻ്റെതായ രീതിയിൽ, ഇന്നത്തെ കാലഘട്ടത്തിനോട് യോജിക്കുന്ന രീതിയിൽ സുവിശേഷത്തിൽ എന്ന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ വ്യക്തമായ രീതിയിലും കാലഘട്ടത്തിന് അനുസൃതമായ രീതിയിലും പറഞ്ഞു കൊടുക്കുവാനാണ് ഞങ്ങൾ കൂടുതൽ ശ്രമിക്കുന്നത്. അതുപോലെ തന്നെ വളർന്നു വരുന്ന മക്കൾക്ക് നമ്മുടെ കുടുംബങ്ങളിലും അതുപോലെ തന്നെ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ വിശ്വാസപരമായ രീതിയിൽ എങ്ങനെ കൊണ്ടുവരാം, അല്ലെങ്കിൽ പള്ളികളിലും ആരാധനകളിലൊക്കെ നമ്മൾ ഏത് രീതിയിൽ പ്രവർത്തിക്കാം, അല്ലെങ്കിൽ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ള കാര്യങ്ങളാണ് കൂടുതലായിട്ട് നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് സുശേഷവും അല്ലെങ്കിൽ മതബോധനത്തിൽ നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അടുത്ത ചോദ്യത്തിന് മുൻപ് മാതാവിനെ കുറിച്ച് ഒരു കൊച്ചുമിടിക്ക് ഒരു പ്രസംഗം തയ്യാറാക്കിയിട്ടുണ്ട്. നമുക്കതൊന്ന് കേട്ടാലോ? ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. അമ്മ എന്ന 2 അക്ഷരത്തിൽ സ്നേഹമെല്ലാം പൊതിഞ്ഞു വച്ച് മാനവർക്കു പകുത്തു നൽകി ദൈവമലിവോടെ. ഭൂമിയിലെ ഏറ്റവും മനോഹരമായ പദം അമ്മ. ഒരു മനുഷ്യൻ ലോകത്തെ നോക്കിക്കാണുന്നത് അമ്മയുടെ കണ്ണുകളിലൂടെയാണ്. അമ്മയല്ലാതെ ഭൂമിയിൽ മറ്റെന്ത് നന്മയാണുള്ളത്? കരുണാപൂർണനും അനന്തജ്ഞാനിയുമായ ദൈവത്തിന് മനുഷ്യന്റെ വീണ്ടെടുപ്പിനും മനുഷ്യജന്മം വഹിക്കുന്നതിനും വചനം മാംസമായി തീരുന്നതിനും ഒരമ്മ വേണം. അതിനായി ദൈവത്തിനാൽ തിരഞ്ഞെടുക്കപ്പെട്ടവളാണ് പരിശുദ്ധ കന്യക മറിയം. എളിമ നിറഞ്ഞ മനസ്സോടെ ദിവ്യകുമാരന്റെ അമ്മയാകുന്നവളുടെ ദാസിയാകാനാണ് പരിശുദ്ധ കന്യക മറിയം ആഗ്രഹിച്ചിരുന്നത്. എളിമ, വാത്സല്യം, സ്നേഹം, ദൈവഹിതം അന്വേഷിക്കൽ, അനുസരണം എന്നിവയെല്ലാം അമ്മയുടെ ഒട്ടേറെ വൈശിഷ്ട്യങ്ങളിൽ പെടുന്നവയാണ്. അമ്മയെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ എന്നെ ഏറെ സ്വാധീനിച്ച പല പ്രത്യേകതകളുമുണ്ട്. ആരോടും പരിഭവങ്ങളോ പരാതികളോ പറയാത്തൊരമ്മ.
തന്റെ ദിവ്യകുമാരന് ജന്മം നൽകാൻ കാലിത്തൊഴുത്ത് ലഭിച്ചപ്പോഴോ, ശിശുവിനെയും കൂട്ടി ഈജിപ്തിലേക്ക് പോകുക എന്ന് പറഞ്ഞപ്പോഴോ, തന്റെ ദിവ്യകുമാരന്റെ പീഡാസഹനവും കുരിശുമരണവും നേരിട്ടനുഭവിച്ചപ്പോഴോ ഒരിടത്തും അമ്മ പരാതി പറയുന്നില്ല. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക, ദൈവഹിതം എന്താണോ അതനുസരിക്കുക എന്ന അമ്മയുടെ മഹനീയ മാതൃക നമുക്കും അനുകരണീയമാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ ഈശോയെ നഷ്ടപ്പെട്ടപ്പോൾ തേടി പിടിക്കുന്ന ഒരമ്മയെ നമുക്ക് കാണാം. നമ്മുടെ ജീവിതത്തിലും യേശു നഷ്ടപ്പെടുന്ന അനുഭവങ്ങൾ ഉണ്ടായേക്കാം. ഇത്തരം അവസരങ്ങളിൽ അമ്മ അനുഭവിച്ച വേദന നമ്മയും പിന്തുടരട്ടെ. ഇതാ നിന്റെ അമ്മ എന്ന് പറഞ്ഞ് വെറുതെ ഒരമ്മയെ നൽകുകയില്ല യേശു ചെയ്തത്. ആ അമ്മ പകർന്നു നൽകിയ ജീവിത മാതൃക നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താൻ കൂടി വേണ്ടിയാണ്. ജപമാല എന്ന ആയുധം കയ്യിലേന്തി അമ്മയുടെ കൈകൾ പിടിച്ചുകൊണ്ട് നമുക്ക് മുന്നേറാം. നന്ദി, നമസ്കാരം. യേശുവിന്റെ ജനനത്തെയും മരണത്തെയും കുറിച്ച് നൂറ്റാണ്ടുകൾക്ക് മുൻപേ പ്രവചിച്ച പ്രവാചകൻ ആരാണ്? ഓക്കെ, മോളൊന്ന് പറയാമോ? ഏശയ പ്രവാചകൻ. നല്ലൊരു ഐഡിയ കൊടുക്കാം. മോളൊന്ന് ഈ മോൾക്ക് സമ്മാനം കൊടുക്കാനായിട്ട് നമുക്ക് ഇടവകയിലെ കൈക്കാരൻ ചേട്ടനെ ക്ഷണിക്കാം. ഛത്തീസ്ഗഡിൽ മത തീവ്രവാദത്തിന്റെ ഇരകളായി തീർന്ന 2 കന്യാസ്ത്രീകൾ ആരെല്ലാം? സിസ്റ്റർ മരിയ, സിസ്റ്റർ വന്ദന. ഓക്കെ, നല്ലൊരു ഐഡിയ കൊടുക്കാം. മോളൊന്ന് ഫ്രണ്ടിലോട്ട് വന്നേ. ഈ മോൾക്ക് സമ്മാനം കൊടുക്കാനായിട്ട് നമുക്ക് ഞങ്ങൾ ടീച്ചറിനെ ക്ഷണിക്കാം. നല്ലൊരു ഐഡിയ കൊടുക്ക് ടീച്ചറെ. നമ്മുടെ വിശ്വാസത്തിന് വേണ്ടിയിട്ട് ആണ് ആ സിസ്റ്റേഴ്സ് നമുക്ക് ജയിലിലായത്. സിസ്റ്റർ വന്ദന ഫ്രാൻസിസ് ആൻഡ് സിസ്റ്റർ പ്രീതി മരിയ. അപ്പോൾ അവർ നമുക്ക് തരുന്ന ഒരു ധീര സാക്ഷ്യം കൂടിയാണ്. അതിനെക്കുറിച്ച് ടീച്ചർ അഭിപ്രായം എന്താ? യേശുവിൻ്റെ അവസാനത്തെയും ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന പാലിക്കാൻ പോയ 2 സിസ്റ്റേഴ്സാണ് അവർ. അതുകൊണ്ട് തന്നെ വീരോചിതമായിട്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ സുവിശേഷം പ്രഘോഷിക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും ദൗത്യമാണ്. ആ ദൗത്യം തിരിച്ചറിഞ്ഞ ഒരു നിമിഷമാണ് ഞാൻ ഈ വിശ്വാസ പരിശീലന മേഖലയിലേക്ക് വന്നത്. 4 വർഷമായി മാമോദിസ സ്വീകരിച്ച നമുക്കെല്ലാവർക്കും ആ ദൗത്യമുണ്ട്. മാമോദിസയിലൂടെ നമുക്ക് ഈശോയുടെ പ്രേക്ഷിതരായിട്ട് ജീവിക്കാനും സാക്ഷ്യം വഹിക്കാനും സാധിക്കണം. അപ്പം ഞാനൊരു വീട്ടമ്മയായിരുന്നു. അപ്പം ആ ഒരു വീട്ടമ്മ എന്ന നിലയിൽ എനിക്ക് എൻ്റെ വീട്ടിലുള്ള മക്കളോട് അല്ലെങ്കിൽ എൻ്റെ അവിടെ മാത്രമേ എനിക്ക് സുവിശേഷം പ്രഘോഷിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ പുറത്ത് പോയിട്ട് സുവിശേഷം പ്രഘോഷിക്കാനുള്ള സാധ്യതകളില്ല. അപ്പം ഞാൻ കണ്ടെത്തിയൊരു മേഖലയാണ് വിശ്വാസ പരിശീലനത്തിലേക്ക് കടന്നു വരിക. അതുവഴി ഈ ഇടവകയിലെ മക്കളോട് യേശുവിനെ എനിക്കറിയാവുന്ന ബോധ്യങ്ങൾ, ഈശോയുടെ പ്രബോധനങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാൻ സാധിക്കുക എന്നുള്ളത്. അപ്പോൾ അത് ഒത്തിരി സന്തോഷം നൽകുന്നതാണ് എൻ്റെ ജീവിതത്തിൽ. നല്ലൊരു ഐഡിയ കൊടുക്കാം. നല്ലൊരു സാക്ഷ്യമാണ് നമ്മളിപ്പോൾ കേട്ടത്. തൃശ്ശൂർ രൂപതയെ അതിരൂപതയായി ഉയർത്തിയ വിശുദ്ധൻ ആരാണ്? വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ. ഓക്കെ, നല്ലൊരു ഐഡിയ കൊടുക്കാം. മറ്റൊരു കൈക്കാരനെ കൂടി നമുക്ക് ക്ഷണിക്കാം. നമുക്ക് വേണ്ടിയിട്ട് മാതാവിന്റെ ഒരു സ്പെഷ്യൽ ഡാൻസ് കൂടി ഇവർ ഒരുങ്ങിയിട്ടുണ്ട്. നമുക്ക് അതും കൂടി ഒന്ന് കണ്ടിട്ട് വന്നാലോ?
ലക്ഷ്യബോധത്തെക്കുറിച്ചാണ് നമ്മൾ ഈ ആഴ്ച നമ്മൾ കണ്ടത്. വീണ്ടും അടുത്ത ആഴ്ച മറ്റൊരു ദേവാലയത്തിൽ മറ്റൊരു ചർച്ചയുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. അതുവരേക്കും ഈശോയോടൊപ്പം ആയിരിക്കുക, ഈശോയുടെ കൂടെ ഇരിക്കുക. ഗുഡ് ബൈ.